രാധയുടെ സ്വപ്നദർശനം. ഓം നമോ ഭഗവതേ വാസുദേവായ. മുത്തശ്ശിയുടെ കൊച്ചുമക്കളെ, ഇന്ന് നമുക്ക് രാധയുടെ സ്വപ്നദർശനത്തെ പറ്റി പറയാം. അതെന്താണെന്ന് കേൾക്കണ്ടേ മക്കളെ? വേണം മുത്തശ്ശി പറയൂ. ഞങ്ങൾ മുത്തശ്ശിയുടെ കഥ കേൾക്കാൻ റെഡിയായിരിക്കുകയാണ്. എങ്കിൽ എല്ലാവരും ഇവിടെ അടുത്തു വന്നിരിക്കൂ. ശരി മുത്തശ്ശി. വർസാനയിലെ മുഖ്യനാണ് വൃഷഭാനു. വൃഷഭാനുവിന്റെ ഭാര്യ കീർത്തി. വൃഷഭാനുവിനും കീർത്തിക്കും ഒരു കുഞ്ഞു ജനിച്ചു. ബർസാനയിൽ എല്ലാവർക്കും വലിയ സന്തോഷമായി. കുഞ്ഞിനെ കണ്ടതും കീർത്തിക്ക് തന്നെ വലിയ അത്ഭുതം. എന്താണെന്നോ, അത്രയ്ക്കും അഴകുള്ള ഒരു കുഞ്ഞായിരുന്നു അത്. വൃഷഭാനു ആ കുഞ്ഞിന് രാധ എന്ന് പേര് വിളിച്ചു. ബർസാനവാസികളും വൃഷഭാനുവും കീർത്തിയും കണ്ണിൽ ഉണ്ണി പോലെ അവളെ വളർത്തി. രാധ വലിയ കുട്ടിയായി. അവൾക്ക് വിശാഖ, ലളിത എന്ന് തുടങ്ങി കുറെ തോഴിമാരും ഉണ്ട്. അങ്ങനെ ഒരു ദിവസം തോഴിമാർ വൃഷഭാനുവിന്റെ വീട്ടിലേക്ക് പോയപ്പോൾ രാധ എന്തോ ചിന്തിച്ചിരിക്കുകയാണ്. തോഴികൾ രാധയോട് ഇങ്ങനെ ചോദിച്ചു: രാധയെ, നീ ആരെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്? ഓ, ഞങ്ങൾക്ക് മനസ്സിലായി. നീ ചിന്തിക്കുന്ന ആൾ ദിവസവും ഇവിടെ വരുന്നുണ്ട്. സന്ധ്യാനേരത്ത് ദിവസവും പശുക്കളെ മേച്ചു വരും. അതിസുന്ദരനായ ഒരു ഗോപാലകനാണ്. വന്നാൽ നിനക്കും കാണാം അവനെ. തോഴിമാർ ഇങ്ങനെ പറഞ്ഞപ്പോൾ, അത്രയും സുന്ദരനാണെങ്കിൽ അവന്റെ ചിത്രം വരച്ച് കാണിക്കൂ നിങ്ങൾ. ഞാൻ ആ ചിത്രത്തിൽ നോക്കിക്കോളാം എന്ന് രാധ പറഞ്ഞു. തോഴിമാർ പെട്ടെന്ന് തന്നെ എന്തു ചെയ്തെന്നറിയണ്ടേ? എന്ത് ചെയ്തു? അവർ കൃഷ്ണന്റെ ചിത്രം വരച്ച് രാധയ്ക്ക് കൊടുത്തു. രാധയ്ക്ക് വലിയ സന്തോഷമായി. അപ്പോഴേക്കും രാത്രിയായി. രാധ ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടന്നു. ഉറക്കമായപ്പോൾ രാധയ്ക്ക് സ്വപ്നദർശനമുണ്ടായി. യമുനാ തടത്തിൽ പൂക്കളും വള്ളികളും ചെടികളും നിറഞ്ഞ സ്ഥലത്ത് കൃഷ്ണൻ നൃത്തം ചവിട്ടുന്നതായും പിന്നെ ഓടക്കുഴൽ വിളിയും പിന്നെ രാധ നന്ദഗൃഹത്തിലേക്ക് പോയതായും എല്ലാം കണ്ടു. ഇതെല്ലാമാണ് സ്വപ്നദർശനം. കേട്ടോ മക്കളെ? ഉണർന്നു നോക്കിയപ്പോൾ ഒന്നുമില്ല. അപ്പോൾ രാധയ്ക്ക് വലിയ സങ്കടമായി. സ്വപ്നത്തിലാണെങ്കിലും കൃഷ്ണന്റെ നൃത്തം എന്തു മനോഹരമായിരുന്നു. മുഴുവൻ കാണാനായില്ലല്ലോ. ഞാൻ അപ്പോഴേക്കും ഉണർന്നു പോയല്ലോ എന്നോർത്ത് ദുഃഖിച്ചിരിക്കുന്ന നേരത്താണ് തോഴിമാർ എത്തിയത്. രാധ ദുഃഖിച്ചിരിക്കുന്നത് കണ്ട് തോഴി ലളിത ചോദിച്ചു: എന്തിനാ രാധയെ ദുഃഖിച്ചിരിക്കുന്നത്? കൃഷ്ണനെ നേരിൽ കാണാത്തതിനാലാണോ? അതിന് നീ ഒരു കാര്യം ചെയ്യേ. നിന്റെ മനസ്സിൽ കൃഷ്ണനോട് ഭക്തിയും സ്നേഹവും നിറയ്ക്കേ. അപ്പോൾ നിനക്ക് കൃഷ്ണനെ കാണാൻ സാധിക്കും എന്ന് പറഞ്ഞു. സ്നേഹം നിലനിന്നാൽ മാത്രമേ ലോകത്ത് എല്ലാവർക്കും സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റൂ. ദുഃഖിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ മനസ്സ് തന്നെ തീച്ചൂളയിലിട്ട പോലെ ഉരുകിപ്പോകും എന്ന് പറഞ്ഞു തോഴി. ഇത് കേട്ടപ്പോൾ രാധ പറഞ്ഞു: എനിക്കറിയില്ല കൃഷ്ണൻ എങ്ങനെയാണെന്ന്. സ്വപ്നത്തിൽ കണ്ടതിന് ശേഷം കൃഷ്ണനെ കാണണമെന്ന് ആഗ്രഹം. അല്ലെങ്കിൽ ഇതാലോചിച്ച് എനിക്ക് വല്ല അസുഖവും വരുമെന്ന് തോന്നുന്നു എന്ന് രാധ സഖിയോട് പറഞ്ഞു. ഇത് കേട്ടതും തോഴിക്ക് സങ്കടമായി. അവൾ കൃഷ്ണനെ തിരഞ്ഞ് യമുനാ തടത്തിലേക്ക് പോയി. അവിടെ കൃഷ്ണനും കൂട്ടുകാരും പശുക്കളെ മേയ്ക്കാൻ വരുമല്ലോ. കൃഷ്ണൻ ഒരു വൃക്ഷത്തിനടുത്ത് നിൽക്കുന്നതേ തോഴി കണ്ടു. അവൾ കൃഷ്ണന്റെ അടുത്ത് ചെന്ന് ഇങ്ങനെ പറഞ്ഞു: ഹരേ ഗോപാല, ഞങ്ങളുടെ മുഖ്യന്റെ മകൾ രാധയ്ക്ക് അങ്ങയെ കാണണമെന്ന് പറയുന്നു. മുഖ്യന്റെ വീട് വരെ വരണം എന്ന്. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു: തോഴി, നീ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. പക്ഷേ രാധയെക്കുറിച്ച് എനിക്കല്ലാതെ നിങ്ങൾക്കോ രാധയ്ക്കോ അറിയില്ല. ഞാനും രാധയും രണ്ടല്ല, ഒരേ തേജസ്സാണ്. ജനങ്ങൾക്ക് വേണ്ടി രണ്ട് രൂപങ്ങളായതാണ്. സ്നേഹവും ഭക്തിയും ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അത്. എങ്കിലും രാധ പറഞ്ഞതല്ലേ, ഭക്തിയോടെയും സ്നേഹത്തോടെയും ആരാധിക്കാൻ പറയൂ.
അവളുടെ ആഗ്രഹം നടക്കും എന്ന് പറഞ്ഞു. ഈ കാര്യം തോഴി ചെന്ന് രാധയോട് പറഞ്ഞു. കൃഷ്ണനിൽ ഭക്തിയും സ്നേഹവും ഉണ്ടാവാൻ ഏറ്റവും ഉത്തമമായ പൂജ ഏതാണ് എന്ന് രാധ ചോദിച്ചു. അപ്പോൾ തോഴിയായ ചന്ദ്രാനന പറഞ്ഞു, തുളസി പൂജയാണ് ഏറ്റവും ഉത്തമം. നീ തുളസി പൂജ ചെയ്യൂ എന്ന്. അടുത്ത ദിവസം തുളസി പൂജയെക്കുറിച്ച് പറയാം കേട്ടോ മക്കളെ. കഥ ഇഷ്ടമായോ നിങ്ങൾക്ക്? സർവം കൃഷ്ണാർപ്പണമസ്തു.